ക്ലിയർ ആയോ ലയ? ക്ലിയർ. അപ്പൊ ഇതൊന്ന് റിപ്പീറ്റ് ചെയ്യട്ടെ. എല്ലാരും ക്ലിയർ ആണെന്ന് പറഞ്ഞു. ഇപ്പൊ ഓക്കെ ആണ് മിസ്സേ. താങ്ക് യു സോ മച്ച്. ഇതൊന്ന് റിപ്പീറ്റ് ചെയ്യട്ടെ. ഓക്കെ. അപ്പൊ ഇത് എവിടുന്ന തുടങ്ങിയെന്ന് മനസ്സിലായോ? പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ എന്നാണ് തുടങ്ങിയിരുന്നത്. അപ്പൊ ഇത്രയായിരുന്നു എ വെക്ടർ ഇത്, ബി വെക്ടർ ഇത്. അതിന്റെ റിസൾട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ വെക്ടർ ആണ് എ പ്ലസ് ബി എന്ന് പറഞ്ഞ വെക്ടർ. ഏതെങ്കിലും സ്റ്റെപ്പില് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ പറയണേ. അപ്പൊ എ വെക്ടർ പ്ലസ് ബി വെക്ടർ. അപ്പൊ ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഈ റിസൾട്ടന്റ് വെക്ടർ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇങ്ങനെ ഡോട്ടഡ് ലൈൻ ഇതൊരു റെക്ടാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അപ്പോ ഈ റെക്ടാങ്കിളില് എ ഡി സ്ക്വയർ ഈക്വൽ ടു എ ഇ സ്ക്വയർ പ്ലസ് ഡി ഇ സ്ക്വയർ. ഓക്കെ, എ ഡി സ്ക്വയർ ഈക്വൽ ടു ഓക്കെ. അപ്പൊ എ ഇ കണ്ടുപിടിക്കാനായിട്ട് എ ബി പ്ലസ് ബി ഇ ആണ് എ ഇ. അല്ലെ എ ബി നമുക്കറിയാം എ വെക്ടർ ആണ്. ഓക്കെ, പിന്നെ ബി ഇ ആണ് അറിയാനുള്ളത്. അതിനുവേണ്ടി നമ്മൾ ഈ ആംഗിൾ തീറ്റ എന്ന് മാർക്ക് ചെയ്തു. ഈ ഫുൾ ആംഗിൾ എ വെക്ടറിനും പി വെക്ടറും ഇടയ്ക്കുള്ള ഈ ആംഗിൾ തീറ്റ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ഈ ആംഗിളും തീറ്റയാണ്. അപ്പൊ നമ്മൾ കോസ് തീറ്റ എടുത്തു. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. കോസ് തീറ്റ അഡ്ജസന്റ് സൈഡ് ബി ഇ ഡിവൈഡ് ബൈ ഈ ഒരു ട്രയാംഗിൾ ആണ് എടുക്കുന്നത്. അപ്പൊ അഡ്ജസന്റ് സൈഡ് ബി ഇ ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ് ബി വെക്ടർ. അതിൽ നിന്ന് ബി ഇ ഈക്വൽ ടു ബി കോസ് തീറ്റ എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത്. അപ്പൊ നമുക്ക് എ വെക്ടർ പ്ലസ് ബി കോസ് തീറ്റ ആണ് ടോട്ടൽ എ എന്ന് കിട്ടി. ഓക്കെ, ആരും കമന്റ് ചെയ്യുന്നില്ലല്ലോ. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് ഡി ആണ് നമുക്ക് വേണ്ടത്. ഡി കിട്ടണമെങ്കിൽ നമ്മൾ സൈൻ തീറ്റ എടുക്കും. ഓക്കെ, സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഇതാണ് തീറ്റ. അപ്പൊ ഹൈപ്പോട്ടനസ് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഡി ഇ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് പറഞ്ഞാൽ ബി വെക്ടർ. ബി വെക്ടർ ഇത് തന്നെയാണ് ഇത്. അതുകൊണ്ടാണ് നമ്മൾ ബി വെക്ടർ എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ഡി ഈസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ. ഡി ഈസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ. അതാണ് ഇത്രയും. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് തുടങ്ങിയതാ ഇവിടെ. അപ്പൊ എ ഡി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ. നമുക്ക് എ ഡി എഴുതാം. അപ്പൊ റൂട്ട് വരുന്നല്ലേ ഉള്ളൂ. അപ്പൊ എ ഡി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ഡി ആണ് എഴുതുന്നത്. ഈ സ്ക്വയർ കാരണം ഇവിടെ റൂട്ട് വരും. ഇനി എ ഇ സ്ക്വയർ എ പ്ലസ് ബി കോസ് തീറ്റ സ്ക്വയർ പ്ലസ് ഡി ഇ സ്ക്വയർ ബി സൈൻ തീറ്റ ബി സ്ക്വയർ. ക്ലിയർ ആണോ ജ്യോതിക? ക്ലിയർ അല്ലേ? ഓക്കെ, ബാക്കി ഇവിടെ ഇത്ര ഭാഗം ക്ലിയർ ആണല്ലോ. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. എ ഡി ഈസ് ഈക്വൽ ടു ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്. വലിയ റൂട്ടില എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നുള്ളത് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 2ab അല്ലേ? അപ്പൊ 2 ഇൻറ്റു എ ഇൻറ്റു ബി കോസ് തീറ്റ പ്ലസ് ഇനി ഈ ടേം ഇതിന്റെ സ്ക്വയർ ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ക്ലിയർ ആണല്ലോ? അനാമിക ക്ലിയർ അല്ലേ? അപ്പോ ഈ ടേം കണ്ടോ? അതുപോലെ തന്നെ ഈ ടേം കണ്ടോ? ഇവിടെ ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ, ഇവിടെ ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. അപ്പൊ രണ്ടൊന്നും ബി സ്ക്വയർ പുറത്തെടുത്താൽ പിന്നെ എന്താ ഉള്ളത്? എ സ്ക്വയർ പ്ലസ് ഇതിവിടെ നിൽക്കട്ടെ 2ab കോസ് തീറ്റ പ്ലസ് ഈ ടേം ബി സ്ക്വയർ പുറത്തെഴുതി. പിന്നെ ഉള്ളത് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. വാട്ട് ഈസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ? ഇത് എത്രയാ? പെട്ടെന്ന് പറഞ്ഞേ. ആരാ പറയുന്നേ? cos square theta plus sin square theta എന്താണ്? What is cos square theta plus sin? 1. Rahmat, you are awesome. 1 ആണ്. So a square plus ഇത് 1 ആണല്ലോ. പിന്നെ ഇത് എഴുതണ്ട. 3 1 ആയി. Okay, അപ്പോൾ a square plus b കൂട്ടണ്ടേ? a square plus b square plus 2ab cos theta. അപ്പോൾ ഇതാണ് ഈ റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, റിസൾട്ടന്റ് വെക്ടർ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് 2ab cos തീറ്റ. ഈസി അല്ലേ? ക്ലിയർ അല്ലേ?
പ്ലസ് ബി ജെ ആണ് വെക്കുന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ നമ്മൾ എങ്ങനെ എഴുതിയേ tan തീറ്റ ഈക്വൽ ടു ബി ബൈ എന്ന് എഴുതി അല്ലേ? അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു വെക്ടർ ഇത് ആൽഫയാന്ന് വിചാരിക്കും, ഈ ഒരു ആംഗിൾ ആൽഫയാണെന്നുണ്ടെങ്കിൽ tan ആൽഫ ഡയറക്ഷൻ ആണ് പറയുന്നത് കേട്ടോ. ഇതിവിടെ കഴിഞ്ഞു. മാഗ്നിറ്റ്യൂഡ് ഓഫ് this resultant vector is given by this equation a square root of a square plus b square plus 2ab cos theta in direction tan alpha is equal to tan alpha എന്ത് വരും? ഓപ്പോസിറ്റ് ഏതാ? de de എന്തായിരുന്നു? de മാറ്റി കളഞ്ഞു നമ്മൾ. എന്നാലും b sin theta ആയിരുന്നു അല്ലേ? b sin theta ആയിരുന്നു de. ഇനി adjacent side ഇവിടെ ഉണ്ട്. ദാ ഇതല്ലായിരുന്നു adjacent side ഏതായിരുന്നു? ഏതായിരുന്നു? a plus b cos theta. അപ്പൊ ഇതാണ് direction ആംഗിൾ. ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ, നമുക്ക് പ്രോബ്ലംസിൽ ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടന്നാലോ? ഇനിയും കുറച്ച് നമുക്ക് പറയാനുണ്ട്, പക്ഷെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അതിന്റെ കൂടെ പഠിച്ചു പോവാം. അപ്പൊ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ക്വിസ് തുടങ്ങാം അല്ലെ? ഓക്കെ, ഇന്ന് ബോയ്സും ഗേൾസും ഒന്നും വേണ്ട, ഇന്ന് ഇൻഡിവിജ്വൽ സ്കോർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു വെക്ടർ ഞാൻ തരാം, 1/√2i plus 1/√2j. What is the magnitude of this vector? ആ വെക്ടർ ആണ് ഇത്. 1/√2i plus 1/√2j. What is the magnitude of this vector? പെട്ടെന്ന് ചെയ്തോ. ആരാദ്യം പറയും നോക്കട്ടെ. ആര് പറഞ്ഞില്ലെങ്കിൽ ടീച്ചർ ഓപ്ഷൻസ് തരും. മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് നമുക്ക് പറഞ്ഞു, ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞു. കൂടി പറയണോ അതിന്റെ ഇക്വേഷൻ? r vector is equal to ai plus bj ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ √a² plus b². അതനുസരിച്ച് ചെയ്തിട്ട് പറയും ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്. ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഓപ്ഷൻസ് തരാം. 1 2 √2 0. ഓക്കെ, 1 ആണ് കറക്റ്റ് ആൻസർ ആണ്. ആക്ച്വലി ടീച്ചർക്ക് കുറച്ച് മുന്നത്തെ ക്വസ്റ്റിന്റെ ആൻസർ cos theta plus cos square plus sin square theta cos square theta plus sin square theta 1 ആയിരുന്നു അതിന്റെ ആൻസർ. സോ അതിനോട് കൂടി തന്നെയാണ് ഇതിന്റെ 1 വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആരാണ് ആദ്യം 1 പറഞ്ഞത് മനസ്സിലായില്ല. സച്ചിൻ ആണോ അനജ് ആണോ എന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, എന്തായാലും ആൻസർ കറക്റ്റ് ആണ്, 1 ആണ്. എങ്ങനെയാണ് 1 കിട്ടുന്നതെന്ന് അറിയാലോ? ചെയ്യണോ? എല്ലാവർക്കും അറിയാലോ, പ്രത്യേകിച്ച് ചെയ്യണ്ടല്ലോ. ഇതിന്റെ റൂട്ട് ഓഫ് a² plus b², ഇതിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ സ്ക്വയർ. അപ്പോ 1/2 വരും, പ്ലസ് ഇവിടെയും 1/2 വരും. അപ്പൊ √1 വരും, 1. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരുപാട് എല്ലാരും പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. പെട്ടെന്ന് പറയണം കേട്ടോ. The magnitude of a vector with n points. ഒരു വെക്ടറിന്റെ n points തന്നിട്ടുണ്ട്. Okay, n points is given. Magnitude കണ്ടുപിടിക്കണം. ഒരു വെക്ടറിന്റെ n points നമുക്ക് തന്നിട്ടുണ്ട്. 4 -4 0. ഇതാണ് ഒരു പോയിന്റ്. -2 -2 0. എന്താണെന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ നമുക്ക് x ആക്സിസ് y ആക്സിസ് അതുപോലെ തന്നെ z ആക്സിസ് ആണെങ്കിൽ 4 ഇവിടെ 4ലാണ്, ഇവിടെ -4 അപ്പൊ മുകളിലോട്ടല്ല. y ആക്സിസിൽ -4 ഇവിടെയാണ്, z ആക്സിസ് ഇല്ല 0. അപ്പൊ ഇവിടെയാണ് പോയിന്റ്, അതാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, കോർഡിനേറ്റ്സ് കാണിക്കുന്നത്. സോ ദീസ് ആർ ദി എൻഡ് പോയിന്റ്സ് ഓഫ് എ വെക്ടർ. ആദ്യത്തെ പോയിന്റ് ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയത്. അതുപോലെ തന്നെ മറ്റു പോയിന്റ് കൂടി ജോയിൻ ചെയ്യുന്നതാണ് ആ വെക്ടർ. സോ ദീസ് ആർ ദി എൻഡ് പോയിന്റ്സ്. ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? അപ്പൊ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് പറയണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് കിട്ടണം? വെക്ടർ കിട്ടണം അല്ലേ? വെക്ടർ തന്നിട്ടില്ലല്ലോ.
ഈ രണ്ട് പോയിന്റും കൂടി ജോയിൻ ചെയ്യുമ്പോൾ വെക്ടർ എന്താന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ R1 ഇത് നമുക്ക് വെക്ടറിന്റെ ഫോമിൽ എഴുതിയാലോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇത് വെക്ടറിന്റെ ഫോമിൽ എഴുതാം. ഇതെന്താ? 4i പ്ലസ് -4 വേണ്ട -4j അല്ല, ഈ രണ്ട് പോയിന്റ്സ് ആണെങ്കിൽ ഈ പോയിന്റിൽ ഈ പോയിന്റ് കുറയ്ക്കുന്നതല്ലേ അതിന്റെ ഡിസ്റ്റൻസ്. അപ്പൊ ഈ പോയിന്റിൽ ഈ പോയിന്റ് കുറയ്ക്കാം. -2 -4 എത്രയാ? -2 -4 -6i പിന്നെ -2 -4 അപ്പൊ -2 +4 അപ്പൊ +2j പിന്നെ 0 +0 അത് എഴുതണ്ടാവുന്നത്. ഇതാണ് നമ്മുടെ വെക്ടർ കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഈസി അല്ലേ? ഈ ഫോമിൽ കിട്ടിയ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? പെട്ടെന്ന് ചെയ്തോ. പെട്ടെന്ന് ചെയ്തിട്ട് പറയൂ എത്രയാ ആൻസർ. ആരാദ്യം പറയുന്നേ? ഇത്രയും കിട്ടി നമുക്ക്. ഇത് എ ഇത് ബി ആണ്. അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കും? അത് ചെയ്ത് കഴിഞ്ഞില്ലേ? റൂട്ട് ഓഫ് എത്ര വരും? 36 + 4 റൂട്ട് 40. എന്താ ആർക്കും കിട്ടാതിരുന്നത്? ഇങ്ങനെ റിപ്ലൈ വരാതിരിക്കുമ്പോൾ ടീച്ചർക്ക് ഒന്ന് നെറ്റ്വർക്ക് കട്ടായിരുന്നു. നെറ്റ്വർക്ക് കട്ടായതാണോ അതോ ആൻസർ കിട്ടാതെയാണോ? റൂട്ട് 40 ആണ് ആൻസർ. റൂട്ട് 40 നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? റൂട്ട് 4 × 10 എഴുതാം അല്ലേ? റൂട്ട് 4 2 ആണ്. 2 റൂട്ട് 10. ക്ലിയർ ആയോ? റൂട്ട് 40. ഓക്കെ, ഒരു ഡിലേ വന്നതായിരുന്നു അല്ലേ? എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചറിന് നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരുന്നു തോന്നുന്നു. അപ്പൊ സച്ചിന്റെ അതാണ് ആദ്യം പറഞ്ഞത്. പക്ഷെ സച്ചിന്റെ റൂട്ട് എവിടെ പോയി? സച്ചിന്റെ റൂട്ട് പോയി. ഗോകുൽകൃഷ്ണക്ക് റൂട്ടില്ല. എന്തായാലും രണ്ടുപേർക്ക് 40 കിട്ടിയിട്ടുണ്ട്. പക്ഷെ റൂട്ട് കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ മേഘ്ന കർത്ത, മേഘ്നയാണ് ആദ്യം പറഞ്ഞത്. കറക്റ്റ് ആൻസർ പറഞ്ഞു. മേഘ്നയാണ് ആദ്യമായിട്ട് കറക്റ്റ് ആൻസർ പറഞ്ഞത്. പിന്നെ എല്ലാവരും പറഞ്ഞു 2 √ 10 ആനച്ച്. വെരി ഗുഡ്. ഓക്കെ, ഷീന അഗൈൻ റൂട്ട് എവിടെ? 40ക്ക് റൂട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ റെഡി അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. I + j യൂണിറ്റ് വെക്ടർ along I + j. I + j എന്ന് പറഞ്ഞ ഈ വെക്ടറിന് along ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ. പെട്ടെന്ന് ചെയ്തോ. ടീച്ചർ ആദ്യം പറഞ്ഞ കാര്യമാണ് ഈ ചാപ്റ്റർ ആദ്യം പറഞ്ഞത്. A ആണ്, A ക്യാപ്പ് ആണെങ്കിൽ A വെക്ടർ ഡിവൈഡഡ് ബൈ മോഡുലസ് A. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഒരു വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ എന്താ വരുന്നത്? ഈ ഒരു വെക്ടറിന് along ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ. പെട്ടെന്ന് ചെയ്യാവുന്നല്ലോ, ഒറ്റ സ്റ്റെപ്പ് എഴുതും. ആരാ പറയുന്നേ? ചെയ്യുന്നുണ്ടോ? ടീച്ചർ ചെയ്യണോ? ഇങ്ങനെയാണ് എ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I + j ഡിവൈഡഡ് ബൈ മോഡുലസ് A. ഇങ്ങനെ കണ്ടുപിടിക്കുന്ന റൂട്ട് ഓഫ് ഇതിന്റെ മോഡുലസ്, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ് പ്ലസ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. സോ 1 I + j ഡിവൈഡഡ് ബൈ റൂട്ട് 2. ഈസി ആയിരുന്നല്ലോ, ഈസി ആയിരുന്നല്ലോ. എന്താ ആൻസർ വരാതിരുന്നത്? ടീച്ചർക്ക് വീണ്ടും നെറ്റ്വർക്ക് ഇഷ്യൂ ആയതുകൊണ്ടാണോ അതോ നിങ്ങൾ ചെയ്യാൻ സ്ലോ ആയതാണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ ഇക്വേഷൻ ആദ്യം പറഞ്ഞതായിരുന്നു. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I + j. ഓക്കെ, A = I + j. സിമ്പിൾ ആയിട്ടുള്ള ഒരു വെക്ടർ ആണ്. സോ വാട്ട് ഈസ് ദി ആംഗിൾ created by this vector on x axis? Angle tan theta = b/a. ai + bj ആയിരുന്നെങ്കിൽ നേരത്തെ പറഞ്ഞായിരുന്നു b/a. സോ ഇവിടെ tan theta എന്ന് പറഞ്ഞാൽ എന്ത് വരും? അപ്പൊ theta എന്ന് പറഞ്ഞാൽ എന്ത് വരും? പെട്ടെന്ന് പറഞ്ഞോ. എല്ലാവരും എവിടെ പോയി?
I'm getting no comments on this chat box. Is there any issue? ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേ. ഒരു ഹായ്. ഇഷ്യൂ ഇല്ലല്ലേ? താങ്ക് യു മിഥുൻ. സോ എവിടെ പോയി എല്ലാവരും? ചെയ്യാൻ കിട്ടുന്നില്ലേ? ആ ഹായ് ഹായ് ഹായ്. ഓക്കെ മനസ്സിലായി. ഇഷ്യൂ ഇല്ലെന്ന് മനസ്സിലായി. ഇപ്പൊ ഇത് പെട്ടെന്ന് ചെയ്തോ. വേഗം ചെയ്യോ. ഗോകുൽ GK for beginners. GK for beginners റിയൽ നെയിം എന്താ? വിശ്വാസ് മേനോൻ. പറയൂ. tan theta 1/1 വരും അല്ലേ? 1/1 1 ആണ്. tan theta 1 വരുന്നത് ഏത് ആംഗിളിലാണ്? 45 ആണോ? അല്ല 45 ആണ് അനജ്. അനജിന് എന്താ സംശയം? ഇവരൊക്കെ പറഞ്ഞോളൂ. ചില അത്രയല്ലേ ഉള്ളൂ. അപ്പൊ tan theta എന്ന് പറഞ്ഞാൽ 1 വരും. അപ്പൊ theta equal to 45 degree. Awesome. Next question. Tan inverse 1 ആണ് ടെസി. അപ്പൊ എന്താ ഇത്ര വൈകിയത് പറയാനായിട്ട്? ടീച്ചർ വെറുതെ ടീച്ചറിന്റെ നെറ്റ്വർക്കിനെ സംശയിച്ചില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് എ വെക്ടർ ആണ്, ഇത് ബി വെക്ടർ ആണ്, ഇത് സി വെക്ടർ ആണ്. ഹെഡിന്റെ ഏതൊക്കെ ശ്രദ്ധിക്കണം. എ വെക്ടറിന്റെ ഹെഡിങ് ഉണ്ട്, ബി വെക്ടറിന്റെ ഹെഡിങ് ഉണ്ട്, സി വെക്ടറിന്റെ ഹെഡിങ് ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ എഴുതുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. എ വെക്ടർ പ്ലസ് ബി വെക്ടർ ഇസ് ഈക്വൽ ടു സി വെക്ടർ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ബി വെക്ടർ പ്ലസ് സി വെക്ടർ ഇസ് ഈക്വൽ ടു എ വെക്ടർ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. അടുത്തത് സി വെക്ടർ പ്ലസ് എ വെക്ടർ ഇസ് ഈക്വൽ ടു ബി വെക്ടർ. അടുത്തത് എ വെക്ടർ പ്ലസ് ബി വെക്ടർ പ്ലസ് സി വെക്ടർ ഇസ് ഈക്വൽ ടു 0. ഏതാണ് ഇതിൽ കറക്റ്റ്? നമുക്ക് എ ബി സി ഡി കൊടുക്കാം. എ ബി സി ഡി. എ ബി സി ഡി പറഞ്ഞാൽ മതി. എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ കറക്റ്റ്? ഇതിൽ ആൻസർ കണ്ടാൽ അറിയാം നിങ്ങൾക്ക് ട്രയാങ്കുലർ ലോ മനസ്സിലായിട്ടുണ്ടോ. എ വെക്ടർ ഇങ്ങോട്ടാണ്, ബി വെക്ടർ ഇങ്ങോട്ടാണ്, സി വെക്ടർ ഇങ്ങോട്ടാണ്. സി 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 പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരുപാട് പേര് സി പറഞ്ഞിട്ടുണ്ട്. സി അല്ലാതെ ആർക്കെങ്കിലും ഏതെങ്കിലും ആൻസർ ഉണ്ടോ? സി അല്ലാതെ ഏതെങ്കിലും ഒരു ആൻസർ? എല്ലാവരും സിക്കാരാണ് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് അല്ലെ? അപ്പൊ ടെസ്സി ആണ് ആദ്യം പറഞ്ഞത്. സി എങ്ങനെയാ വരുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് നമുക്ക് അറിയില്ലേ, ഒരു ലൂപ്പ് ആയിട്ട് എടുത്തിട്ട് ഒന്ന് എഴുതി നോക്കിയാൽ മതി. ഇങ്ങോട്ടുള്ളത് പോസിറ്റീവ് ആണ്, അപ്പൊ എ വെക്ടർ പോസിറ്റീവ്. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ ഇത് തിരിച്ചാണ്, അപ്പൊ മൈനസ് ബി വെക്ടർ. പിന്നെ ഇങ്ങോട്ട് അതേ റൂട്ടിലാണ്, പ്ലസ് സി വെക്ടർ ഇക്വൽ ടു 0 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ബി ആണ് അങ്ങോട്ട് പോകുന്നത് അല്ലെ? അപ്പൊ എ പ്ലസ് ബി എ പ്ലസ് സി ഇസ് ഈക്വൽ ടു ബി. സി ആണ് കറക്റ്റ് ആണ്. പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. I have two vectors. Vector P is equal to AI plus AJ plus 3K. ഇത് P vector ആണ്. അടുത്തത് Q vector AI minus 2J minus K. Okay, P vector and Q vector is given. These two vectors are perpendicular to each other. ഇത് രണ്ടും perpendicular ആണ്. So what is the positive value of A? What is the positive value of A? അപ്പോൾ ഇതൊന്നും ഒരു പുതിയ കാര്യം പഠിക്കാനുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടർ ടീച്ചർ പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. വെക്ടർ മൾട്ടിപ്ലിക്കേഷനിൽ രണ്ട് ടൈപ്പ് പ്രോഡക്ട്സ് ഉണ്ട്. ഡോട്ട് പ്രോഡക്റ്റും പഠിക്കാനുണ്ട്, ക്രോസ് പ്രോഡക്റ്റും പഠിക്കാനുണ്ട്. സ്കേലാർ പ്രോഡക്റ്റ് എന്ന് പറയും, വെക്ടർ പ്രോഡക്റ്റ്. സ്കേലാർ പ്രോഡക്റ്റ് എന്ന് പറയും, വെക്ടർ പ്രോഡക്റ്റ് എന്ന് പറയും.
ഈ സ്കേലർ പ്രോഡക്റ്റിനെയാണ് ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഡോട്ട് പ്രോഡക്റ്റ് അതായത് ഡോട്ട് പ്രോഡക്റ്റ് ആയിട്ട് മെയിൻ ആണ്, ഡോട്ട് പ്രോഡക്റ്റ് ആണ് നമുക്ക് ഈ ചാപ്റ്റർ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ എ ഡോട്ട് ബി രണ്ട് വെക്ടർ, എ വെക്ടറും ബി വെക്ടറും രണ്ട് വെക്ടർ ആണെങ്കിൽ എ ഡോട്ട് ബി വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ ആണ് പറയുന്നത്. എ ഡോട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി cos theta. ഓക്കെ, എ ബി എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എ ബി cos theta. ഓക്കെ, അതാണ് നിൽക്കട്ടെ. എ ബി cos theta നിങ്ങൾ മനസ്സിലായിട്ട്. ഇപ്പൊ ഈ രണ്ടിന്റെയും ഡോട്ട് പ്രോഡക്റ്റ് അതായത് മൾട്ടിപ്ലിക്കേഷൻ 0 ആണ് എന്നാണ് അർത്ഥം. ഇപ്പൊ പറഞ്ഞില്ലേ എ ബി cos theta, ഇതിൽ 0 ആണെങ്കിൽ ഈ cos theta തീറ്റ എത്ര വരണം? ഇത് മൊത്തം 0 ആവണമെങ്കിൽ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇത് രണ്ടും 0 ആണ്. എയും ബിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ ഡോട്ട് ബി എന്ന് പറയുന്നത് 0 ആണ്. ഇങ്ങനെയാ എ ബി കോസ് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ 90 അല്ലേ? കോസ് 90 0 അല്ലേ? അപ്പൊ ഇത് മൊത്തത്തിന് 0 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എ ഡോട്ട് ബി 0 വരും പെർപെൻഡിക്കുലർ ആണെങ്കിൽ. എയുടെ പോസിറ്റീവ് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? അപ്പൊ എ ഐ പ്ലസ് എ ജെ പ്ലസ് 3k dot ai plus minus 2j minus k equal to 0 ആണ്. റൈറ്റ്? എന്ത് വരും? i dot i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? i dot i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി. i dot i i cos theta. i ന്റെ ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാ? i ന്റെയും ഇടയ്ക്കുള്ള ആംഗിൾ 0 ആംഗിൾ അല്ലേ? cos 0 1 ആണ്. അപ്പൊ i dot i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ i സ്ക്വയർ ആണ്, അതായത് 1 ആണ്. ഓക്കെ, അപ്പോ ഇതില് ഇതും മൾട്ടിപ്ലൈ ചെയ്യണം. ai into ai. അപ്പൊ a സ്ക്വയർ i ഉണ്ടായി പോയല്ലോ, പ്ലസ് ഇവിടെ a minus 2, അപ്പൊ minus 2 a ഇത് into ഇത് j dot j പോയി 1 ആയി പോയി. പിന്നെ ഉള്ളത് 3 minus 1. k യുടെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 1 ആണ്. അപ്പൊ 3 into 1 plus 3 is equal to 0. k dot k again പോയി. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ. ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 3 വരണം, മൈനസ് ആണല്ലേ ഇവിടെ? ഓക്കെ, മൈനസ് ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 3 വരണം, ആഡ് ചെയ്യുമ്പോൾ മൈനസ് 2 വരണം. അതേതാണ് രണ്ട് നമ്പേഴ്സ്? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 3 വരണം, ആഡ് ചെയ്യുമ്പോൾ മൈനസ് 2 വരണം. ഏതൊക്കെയാണ് രണ്ട് നമ്പേഴ്സ്? a minus 3 into a plus 1. minus 3 into 1 minus 3. minus 3 plus 1 minus 2. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് വരണം, ആഡ് ചെയ്യുമ്പോൾ ഇത് വരണം. അങ്ങനെ രണ്ട് നമ്പേഴ്സ് a minus 3 into a plus 1 equal to 0. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം either a minus 3 is equal to 0 or a plus 1 equal to 0. a minus 3 0 ആണെങ്കിൽ a equal to എന്ത് വരും? 3. a plus 3 0 ആണെങ്കിൽ a equal to എന്ത് വരും? -1. രണ്ട് വാല്യൂ കിട്ടി അല്ലേ? ഇതിന്റെ പോസിറ്റീവ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദി പോസിറ്റീവ് വാല്യൂ ഓഫ് a എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ വാട്ട് ഈസ് ദി പോസിറ്റീവ് വാല്യൂ ഓഫ് a? 3. This one. Clear ആയോ? ഓക്കെ, ഒരു പുതിയൊരു കൺസെപ്റ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് മനസ്സിലാവുന്നത്. ഇപ്പൊ ക്ലിയർ ആയില്ലേ? ചെയ്തു വന്നപ്പോ ക്ലിയർ ആയില്ലേ? 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പോവാം. റെഡി ആണല്ലോ? ഓക്കെ, what is the angle between p plus q, p vector plus q vector and p cross q? ഇത് ക്രോസ് പ്രോഡക്റ്റ് ആണ് കേട്ടോ. p cross q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pq sin theta. നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു ഡോട്ട് പ്രോഡക്റ്റ് p dot q ആണെങ്കിൽ pq sin theta, സോറി cos theta.
ഇവിടെ ക്രോസ് പ്രോഡക്റ്റ് ആണ് പി ക്യൂ സൈൻ തീറ്റ. സോ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ പി പ്ലസ് ക്യൂ ഈ ഒരു ക്വാണ്ടിറ്റിയുടെ പി വെക്ടർ ക്രോസ് ക്യൂ വെക്ടർ ഇതിന്റെയും ഇടയ്ക്കുള്ള ആംഗിൾ എന്താണ്? സോ ഇത് ചിന്തിക്കേണ്ട ഒരു പ്രോബ്ലം ആണ്. ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? അപ്പൊ പി പ്ലസ് ക്യൂ, സപ്പോസ് പി ഇതാ ഈ ഡയറക്ഷനിലാന്ന് വിചാരിക്കും, ക്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നു വിചാരിക്കും. സോ പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് ഈ പ്ലെയിനിൽ എവിടെയെങ്കിലും ആയിരിക്കും. ഓക്കെ, ടീച്ചർ കൈ കാണുന്നുണ്ടല്ലോ അല്ലെ, പി ഇങ്ങോട്ടും ക്യൂ ഇങ്ങോട്ടും ആണെന്നുണ്ടെങ്കിൽ ഈ പ്ലെയിനിൽ എവിടെയെങ്കിലും ആയിരിക്കും പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത്. അതായത് ഇങ്ങോട്ട് വരില്ല എന്തായാലും അല്ലെ. പിയും ക്യൂവും ഈ പ്ലെയിനിലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഡയറക്ഷനൊന്നും വരില്ല. പി പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിൽ എവിടെയെങ്കിലും ആയിരിക്കും. പി ക്രോസ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ റിസൾട്ടന്റ് പിക്കും ക്യൂക്കും പെർപെൻഡിക്കുലർ ആവുന്നതാണ്. ഓക്കെ, പി ക്രോസ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ക്രോസ് ക്യൂയുടെ റിസൾട്ടന്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ will be perpendicular to both P and Q. P Q നിൽക്കുന്ന ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട്. സോ P പ്ലസ് Q എന്നുള്ള ക്വാണ്ടിറ്റിക്കും P ക്രോസ് Q തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? ടീച്ചർക്ക് കാണിച്ചൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. എത്രയാണ് ആംഗിൾ വരുന്നത്? 90. That's great. 90 ആണ്. 90 ആണ് ആംഗിൾ വരുന്നത്. So that was the question. What is the angle between P plus Q and P cross Q? Okay, 90 degree ആണ്. Next question. രണ്ട് വെക്ടർ ആണ് വീണ്ടും തരുന്നത്. T vector is equal to 2i plus bj plus 2k. This is P vector. Next, Q vector is equal to I plus j plus k. P vector and Q vector. If these two vectors are parallel to each other, ഈ രണ്ട് വെക്ടറും പാരലൽ ആണെങ്കിൽ what is B? B ആണ് ഇവിടെ ഇല്ലാത്ത മാഗ്നിറ്റ്യൂഡ് B ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. Okay, it is given that vector P and vector Q are parallel to each other. Again ഇവിടെ പുതിയൊരു കാര്യം പഠിക്കുന്നുണ്ട്. So if two vectors are parallel, their magnitudes ഇപ്പോൾ A1 suppose A1i plus A2j plus A3k ആണ്. ഞാൻ പറഞ്ഞുതരാം കേട്ടോ എങ്ങനെ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യണം ആൻസർ. ഇതൊരു വെക്ടർ ആണ് ശരി, R1 എന്ന് പറഞ്ഞ വെക്ടർ. ഇനി R2 എന്ന് പറഞ്ഞ വെക്ടർ B1i plus B2j plus B3k ആണെന്ന് വിചാരിക്കും. ഇങ്ങനെ രണ്ട് വെക്ടർ തന്നിട്ടുണ്ട്. ഇത് പാരലൽ ആണെങ്കിലുള്ള പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ A1 by B1 is equal to A2 by B2 is equal to A3 by B3 ആയിരിക്കും. ഇതാണ് പാരലൽ ആണെങ്കിലുള്ള പ്രത്യേകത. ഈ രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ A1 by B1 will be equal to A2 by B2 will be equal to A3 by B3. So say ഒന്ന് കമ്പയർ ചെയ്തിട്ട് ഒന്ന് ഇതിന്റെ ആൻസർ പറഞ്ഞാൽ what will be B? ഈസി ആണ്, നമുക്ക് ഉത്തരം കിട്ടേണ്ട സമയം കഴിഞ്ഞു. ഇത്രയും ടീച്ചർ പറഞ്ഞില്ലേ ഒരു വെക്ടർ ഇതാണ് ഒരു വെക്ടർ ഇതാണെന്ന്. ഇവർ രണ്ടുപേരും പാരലൽ ആണെങ്കിൽ this is the relation. So what is B? Sachin Raj, you scored. Sachin 2 ആണ് ആൻസർ, കറക്റ്റ് ആണ്. ബാക്കിയുള്ളവർക്ക് കിട്ടിയോ 2? ഏഞ്ചൽ, ജ്യോതിക, ഹിന, ടെസി, യെസ്, എല്ലാവരും ഒപ്പത്തിനൊപ്പം ഉണ്ട്. ഈ മനസ്സിലായി 2 by 1 is equal to ഇവിടെ B by 1 is equal to 2 by 1 വരും. അപ്പോൾ B obviously 2 ആണ്. ക്ലിയർ ആണല്ലോ? സോ ഓരോ ക്വസ്റ്റ്യനിലും പുതിയ കാര്യങ്ങളുണ്ട് കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. അടുത്തത് I have a vector I plus j plus root 2k. Root 2k. Okay, this is a vector. I plus j plus root 2k എന്ന് പറയുന്ന വെക്ടർ
What is the angle made on x, y, z axis by this vector? ഈ വെക്ടർ x ആക്സിസിലും y ആക്സിസിലും z ആക്സിസിലും ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്? ഇതാണ് ക്വസ്റ്റ്യൻ. സോ അഗൈൻ പുതിയൊരു കാര്യമാണ് ടീച്ചർ പറഞ്ഞുതരാം. സപ്പോസ് നേരത്തെ ഇക്വേഷൻ തന്നെ എടുത്തോ, r വെക്ടർ ഇക്വൽ ടു ai പ്ലസ് bj പ്ലസ് ck ആണെങ്കിൽ ck ക്യാപ് ആണെങ്കിൽ x ആക്സിസിലുള്ള ആംഗിൾ ആൽഫയും y ആക്സിസിൽ ഉണ്ടാകുന്ന ആംഗിൾ ബീറ്റയും z ആക്സിസിൽ ഉണ്ടാകുന്ന ആംഗിൾ ഗാമയാണെന്ന് വിചാരിക്കും. സോ tan alpha, sorry, so cos alpha is equal to x ആക്സിസിൽ ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ x ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടർ i ക്യാപ് അല്ലേ? അപ്പോൾ a divided by root of a square plus b square plus c square. ഇതാണ് x ആക്സിസിലെ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി y ആക്സിസ് ആണെങ്കിൽ cos beta is equal to ഇതുപോലെ തന്നെയാണ്, സോറി, cos beta is equal to b divided by root of a square plus b square plus c square. ഓക്കെ, അതുപോലെ തന്നെ ഒന്നുകൂടെ ഉണ്ട്, എവിടെ എഴുതും? cos gamma is equal to z axis അല്ലേ? z axis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ? അപ്പോൾ c divided by root of a square plus b square plus c square. ഇത്രയും പറഞ്ഞില്ലേ? ഇനി ചെയ്തൂടെ? ചെയ്യൂ. എന്നിട്ട് ഓരോ ആംഗിൾ എത്രയാന്ന് പറയൂ, പെട്ടെന്ന് പറയൂ. ആദ്യം x ആക്സിസിലെ ആൻസർ പറഞ്ഞു, x ആക്സിസിലെ മാത്രം, x ആക്സിസിലെ ആംഗിൾ എത്ര? പറഞ്ഞ ടീച്ചർ ചെയ്യണോ? ആരെ ആൻസർ വരുന്നില്ലല്ലോ? റൂട്ട് 6 ആണോ? റൂട്ട് 6 ആണോ? ആരാ? നസീറ, റൂട്ട് 6 ആണോ? നോക്കാം. അപ്പൊ cos alpha is equal to x ആക്സിസിൽ ഉള്ളതാണ് ട്ടോ ആൽഫ. a divided by a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതാക്കിട്ടോ, a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അല്ലേ? 1 divided by മാഗ്നിറ്റ്യൂഡ് ആയതുണ്ടത് ട്ടോ. 1 divided by root of 1 square plus 1 square plus root 2 ന്റെ സ്ക്വയർ എത്രയാ? 2 അല്ലേ? അപ്പോൾ 1 by root of 1 plus 1 plus 2 4. root 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അല്ലേ? 1 by 2. cos alpha 1 by 2. so what is alpha? പെട്ടെന്ന് പറഞ്ഞേ, നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടതല്ലേ? cos alpha 1 by 2 ആണെങ്കിൽ cos ഏത് തീറ്റ ഏത് ആംഗിൾ ആണ് 1 by 2 വരുന്നത്? cos 60. I got the answer somewhere here. ആരോ പറഞ്ഞിരുന്നല്ലോ, ഏഞ്ചൽ ആണോ പറഞ്ഞിരുന്നേ? ഏഞ്ചൽ, ഏഞ്ചൽ sin 30 ആണോ? റഹ്മത്ത്, വെരി ഗുഡ് റഹ്മത്ത്. റഹ്മത്ത് ആണ് കറക്റ്റ് ആൻസർ പറഞ്ഞത്. അല്ലേ? ഇനി അടുത്തത് രണ്ടും പറയൂ. നമുക്ക് ആൽഫ കിട്ടി, ആൽഫ ഈക്വൽ ടു 60 ഡിഗ്രി കിട്ടി. ഇനി ബീറ്റ ഈക്വൽ ടു, പെട്ടെന്ന് പറഞ്ഞോ, അത് കഴിഞ്ഞിട്ട് കാണാം. ആദ്യം ബീറ്റ പറഞ്ഞു കേട്ടോ. ബീറ്റ എത്രയാ? ബീറ്റ ആണോ 60? ബീറ്റ ആണോ 60? നോക്കൂ ജികെ ബിഗ്നസ്, 60 എന്ന് പറയുന്നത് ബീറ്റ ആണോ? 60 തന്നെ. ഓക്കെ, ബീറ്റ 60 തന്നെ. ഇനി ഗാമയും കൂടി, ബീറ്റ എല്ലാവർക്കും കിട്ടി. ഇനി ഗാമയും കൂടി വേഗം ചെയ്തേ. ഗാമ എത്രയാന്ന് പറയൂ. ഓക്കെ ഓക്കെ, ഗാമയും കൂടി പറയൂ. ഗാമ ആദ്യം പറയുന്ന ആരാണ്? സ്റ്റാർസ് ഒക്കെ ചെയ്യാണ്. ടെസ്സിക്ക് ഒരു പ്ലസ് ഉണ്ട്. ഓക്കെ, ടെസ്സി 45
ഒട്ടുമില്ലാതെ റഹ്മത്ത് അനജ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. സോ പീപ്പിൾസ് ആർ ഓസം. അടുത്തത് എല്ലാരും പോരട്ടെ. 45 ആണെന്ന് കൺഫേം ചെയ്യണമെങ്കിൽ എല്ലാരും 45 എന്ന് പറയണം. ലവീന 45. പിന്നാരാ? പിന്നെ ആദ്യം ചെയ്ത് കഴിഞ്ഞില്ലേ? വാസുദേവ് 45. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ആംഗിൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോ ഈ ഇങ്ങനത്തെ ഓരോ മോഡലും ഓരോ പ്രോബ്ലംസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പൊ ബാക്കി എക്സസൈസുകളൊക്കെ അസൈൻമെന്റ് തരാം. അടുത്ത സിമ്പിൾ ക്വസ്റ്റ്യൻ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, എ ഡോട്ട് ബിയും എ ക്രോസ് ബിയും എല്ലാം വെക്ടർ ആണ് കേട്ടോ. എ ഡോട്ട് ബിയും എ ക്രോസ് ബിയും ഈക്വൽ ആണെങ്കിൽ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി? പെട്ടെന്ന് പറഞ്ഞോ, ഈസിയാണ്. എ ഡോട്ട് ബിയും എ ക്രോസ് ബിയും ഈക്വൽ ആണെങ്കിൽ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി? എക്സ്പാൻഡ് ചെയ്ത് എഴുതുക പെട്ടെന്ന് തന്നെ. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താ? എ ബി cos theta. ഇവിടെ എ ബി sin theta. So എ ബി cos theta എ ബി sin theta ഈക്വൽ ആണ്. So what is the angle? പെട്ടെന്ന് പറഞ്ഞോ. 45 ആണല്ലേ? ഓക്കെ, 45 ആണ്. cos theta sin theta ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആ theta ഏതാണ്? 45 ആണ്. എല്ലാവരും പറഞ്ഞു, സന്തോഷമായി. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. നമ്മുടെ സമയം തീരാനായി. ഒരു ക്വസ്റ്റ്യനും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനം. ഓക്കെ, സോ a particle moves towards east with velocity 5 meter per second. ഈ ഈസ്റ്റും വെസ്റ്റും ഒക്കെ ഉള്ളതായതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഡയറക്ഷൻ വരയ്ക്കാം അല്ലേ? നിങ്ങളും ഇതുപോലെ ഈ ഡയറക്ഷൻസ് പ്രോബ്ലം ആണെങ്കിൽ ആദ്യം ഡയറക്ഷൻ വരയ്ക്കാം. ഈസ്റ്റ് ഇങ്ങോട്ടാണ് വരാറ്, വെസ്റ്റ് ഇവിടെയാണ്, നോർത്ത് സൗത്ത്. ഇതല്ലേ ഡയറക്ഷൻ വരയ്ക്കാം. Okay, a particle moves towards the east with 5 meter per second. ഇങ്ങോട്ടാണ് പോകുന്നത്, 5 meter per second ആണ് പോകുന്നത്. പിന്നെ after 10 seconds, ഇങ്ങോട്ട് 10 seconds പോകുന്നുണ്ട് കേട്ടോ. After 10 seconds, its direction changes towards north. North out. With the same velocity. അപ്പൊ നോർത്തിലേക്ക് പോവാണ് with the same velocity, 5 meter per second തന്നെ. So a particle moves towards east with the velocity 5 meter per second for 10 seconds, then that particle changes its direction to north with the same velocity, 5 meter per second thaneyana velocity. Average accel, what is the average acceleration of this particle? Average acceleration ആണ് കണ്ടുപിടിക്കുന്നത്. എന്ത് ചെയ്യും? നമുക്ക് രണ്ട് വെലോസിറ്റി നോക്കാം. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ചെയ്താൽ മതിയില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുത്തെ വെലോസിറ്റി 5 meter per second ആണ്. അതിന്റെ വെക്ടർ ഫോമിൽ എങ്ങനെ എഴുതാം? ഇത് നമുക്ക് x ആക്സിസും ഇത് y ആക്സിസും ആക്കി എടുക്കാം അല്ലേ? ഇത് പോസിറ്റീവ് x ആക്സിസിലേക്കാണ് പോകുന്നത്. അപ്പൊ 5 i cap എന്നാണ് വരുന്നത് അല്ലേ? പിന്നെ എന്താവും ഡയറക്ഷൻ? മുകളിലേക്ക് നോർത്തിലേക്ക് പോകുമ്പോ ഇത് v1 ആണെന്ന് വിചാരിക്കും. ഇനി v2 എന്ന് പറയുമ്പോ എന്താ വരാ? 5 ഏതാ വരാ? ഇത് x ആക്സിസ് ഇത് y ആക്സിസ് ആണ് എടുക്കുകയാണെങ്കിൽ j cap. അപ്പൊ 5 i cap ഇവിടെ 5 j cap. ഇനി നമുക്ക് ആക്സലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ടൈം എത്രയാ? 10 seconds ആണ് അല്ലേ? 10 seconds കഴിഞ്ഞപ്പോഴാണ് വെലോസിറ്റി മാറിയിട്ടുള്ളത്. ഡയറക്ഷൻ മാറിയാലും വെലോസിറ്റി മാറുമല്ലോ. ഓക്കെ, വെലോസിറ്റി മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ ഡയറക്ഷൻ മാറിയിട്ടുണ്ട്. ഡയറക്ഷനോ മാഗ്നിറ്റ്യൂഡോ മാറിയാൽ മതി വെലോസിറ്റി ചേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ചെയ്യണമെങ്കിൽ ഇതല്ലേ കുറക്കണ്ടേ? 5j മൈനസ് 5i ഡിവൈഡഡ് ബൈ 10 ആണോ? നോക്കട്ടെ, കറക്റ്റ് ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്യാം. 5 കൊണ്ട് കട്ട് ചെയ്യാലോ. അപ്പൊ j മൈനസ് i ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഇതാണ് വെക്ടർ. വേറെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്താൽ എങ്ങനെ വരും? മൈനസ് i ബൈ 2 പ്ലസ് j ബൈ 2. ഇതാണ് നമുക്കുള്ള വെക്ടർ. ഇനി ആക്സലറേഷൻ മാഗ്നിറ്റ്യൂഡ് എഴുതണം, മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ എഴുതണം. മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ കണ്ടുപിടിച്ചേ. ഒരു ഇതാണ് ആക്സലറേഷൻ വെക്ടർ കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് കണ്ടുപിടിച്ചേ. ആദ്യം പറഞ്ഞായിരുന്നു നമ്മൾ ക്ലാസ്സിന്റെ തുടക്കത്തില് 5 സെക്കൻഡ് സമയത്തിന് പെട്ടെന്ന് ചെയ്തു ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്.
ആരെങ്കിലും ആരുമില്ലേ? സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം അല്ലേ? ഇവിടെ ഇതിലാരെങ്കിലും ലീവിലില്ലാത്ത അടുത്ത ആള് മനസ്സിലാവാനിട്ടാണോ? ടീച്ചർ ചെയ്യട്ടെ എന്നാ? ഇത്ര ആകാംക്ഷയോടുകൂടിയാണ് ചാറ്റ് ബോക്സ് നോക്കി നിൽക്കുന്നതെന്ന് അറിയാം. ആൻസർ ഒന്നും കിട്ടുന്നില്ലല്ലോ. ഓക്കെ, റൂട്ട് ഇട്ടതല്ല ക്ലൂ കിട്ടും. 1 ആണോ? എന്നാണോ ഗൂഗിൾ നോക്കാം. റൂട്ട് ഓഫ് ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ അത്രയല്ലേ ഉള്ളൂ. ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 1/2 പ്ലസ് ഇവിടെ 1/2. ആണോ? സ്ക്വയർ ഉണ്ട്. 1/4 പ്ലസ് 1/4 ആണോ? എത്രയാ വരുന്നത്? റൂട്ട് ഓഫ് 2/4 കട്ട് ചെയ്യുമ്പോൾ 1/2. റൂട്ട് ഓഫ് 1/2 എന്ന് പറഞ്ഞാൽ 1/√2. 1/√2 ആണ് ആൻസർ. ശരിയല്ലേ ടീച്ചർ ചെയ്തത്? 1/2 അല്ല, 1/√2 അല്ലേ മേഘന? റൂട്ട് എവിടെ പോയി? ടീച്ചർ ചെയ്താണോ തെറ്റ്? റൂട്ട് ഓഫ് 1/4 പ്ലസ് 1/4 2/4 1/√2. ഓക്കെ അല്ലേ? 1/√2 ആക്സലറേഷൻ ആണ്. അപ്പൊ യൂണിറ്റ് എഴുതാം. യൂണിറ്റ് എന്ത് എഴുതാം? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഡയറക്ഷനോ? ഇങ്ങോട്ട് പോയി പിന്നെ ഇങ്ങോട്ട് പോയി. ഈസ്റ്റിലേക്ക് പോയി പിന്നെ നോർത്തിലേക്ക് പോയി. അപ്പൊ ഇതിന്റെ റിസൾട്ട് എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും അല്ലേ? ഇത് ഏത് ഡയറക്ഷൻ എന്നാ പറയാ? നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ. ഓക്കെ, നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ് 1/√2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സലറേഷൻ. റൂട്ട് 1/2. ഓക്കെ, എല്ലാവരും കറക്റ്റ് ആണ്. പക്ഷെ ഇത്തിരി ഡിലേ വന്നു. നോട്ട് ചെയ്യുന്നില്ലേ? നമ്മൾ ആദ്യം പറഞ്ഞ ഇക്വേഷൻ ആണ്. പറയുമ്പോൾ നോട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഇക്വേഷൻ പെട്ടെന്ന് ചെയ്തിട്ട് പെട്ടെന്ന് പറയാം. അത് ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? ലയ റൂട്ട് എവിടെ? ലയ അലീന 1, ശ്രീരാഗ് 1 ചെയ്തപ്പോ മനസ്സിലായില്ലേ എത്രയാന്ന്? 1/√2 വന്നത് എങ്ങനെയാന്ന് മനസ്സിലായോ? ആരാ? ശ്രീരാഗ്. ശ്രീരാഗിന് മനസ്സിലായോ? ശ്രീരാഗ് എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായോ? നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ക്ലാസ്സിൽ കയറിയ എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. ക്ലാസ് റെഗുലർ ആയിട്ട് കാണുന്നത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ്. അത്രയും ഇൻസ്പയർഡ് ആയിട്ട് കണ്ടിന്യൂ പഠനം കണ്ടിന്യൂ ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണ്. സോ 35 സ്റ്റുഡൻസ് ആണ് ലൈവിൽ കയറിയിട്ടുള്ളത്. ബാക്കിയുള്ളവർ റെക്കോർഡഡ് ക്ലാസ് ആയിരിക്കും കാണുന്നത്. പിന്നീട് ആയാലും വ്യൂസ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എല്ലാവരും കാണുന്നുണ്ട് ക്ലാസ്. ബട്ട് ഈ സമയത്ത് കയറാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. നമുക്ക് ഇന്ററാക്ട് ചെയ്ത് പഠിക്കായിരുന്നു ലൈവ് സെഷൻസ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ലേറ്റ് ആയി. മാം യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു ക്രിയേഷൻ സെഗ്മെന്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ക്ലാസ് വൈൻഡപ്പ് ചെയ്യട്ടെ? വേറെ എന്തെങ്കിലും ക്വറീസോ വേറെ എന്തെങ്കിലും കൺസേൺസോ എനിത്തിങ്? നമ്മുടെ സബ്ജക്ട് എക്സ്ട്രാ കോച്ചിങ്ങിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ഒരുപാട് കുട്ടികൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, ബാക്കിയുള്ള റെക്കോർഡ് ക്ലാസ് കയറാൻ പറ്റാത്തവരാണെങ്കിൽ റെക്കോർഡ് ക്ലാസ് തീർച്ചയായിട്ടും കാണുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് ടു ദിസ് 5 പീപ്പിൾസ്. ഈ 5 പേർക്കും സ്പെഷ്യൽ കയ്യടിയുണ്ട്. ബാക്കിയുള്ളവരെല്ലാരും പറഞ്ഞിരുന്നു. ഓക്കെ, താങ്ക്സ്.